നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അപ്പോൾ എസെക്കിയേൽ 37:7 കിരികിരാ ശബ്ദത്തോടെ കൂടിച്ചേർന്നു. അസ്ഥികളൊക്കെ കൂടാൻ ഭയങ്കര എളുപ്പം. അതിനേക്കാൾ പാടാണ് വീട്ടിലുള്ളവർ തമ്മിൽ കൂടാൻ. അപ്പം പറയണത് അമ്മക്ക്, അമ്മ പറയണത് അപ്പന്, ഭാര്യ പറയുന്നത് മക്കൾക്ക്, ഭർത്താവ് പറയുന്നത് ഭാര്യക്ക്, അമ്മായിമ്മ പറയുന്നത് മരുമകൾക്ക്. മനസ്സിലായില്ലെങ്കിൽ അസ്ഥികൾ കൂടും. അത് കൂടാൻ എളുപ്പമാണ്. പക്ഷേ ഇവര് തമ്മിൽ കൂടാൻ, വീട്ടിലുള്ളവർ തമ്മിൽ കൂടാൻ എല്ലാവർക്കും ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പെന്നും പറഞ്ഞിട്ട്, ചെവിയല്ല കൊമ്പെന്നും പറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ ഈ കൊമ്പക്ക അഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ എസെക്കിയേൽ 2:2 അവൻ എന്നോട് സംസാരിച്ചപ്പോൾ. അപ്പൊ ഈ വചനം ഇങ്ങനെ കേൾക്കുകയും പാട്ട് പാടുകയും ചെയ്യുമ്പോ ആരുടെ നാമത്തിലാണ് പറയുന്നത്? ഈശോയുടെ വചനങ്ങളാണ് പറയുന്നത്. ഈശോയുടെ നാമത്തിലല്ലേ പറയുന്നത്. രാജുകാരന്റെ വീട്ടുവിശേഷങ്ങളാണ് പറയാൻ കേൾക്കാൻ നിങ്ങൾ വന്നേക്കുന്നത്. പോയി പണി നോക്കുന്ന പറയും. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രാവശ്യം പറഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം ആദ്യം കേൾക്കും അടിപൊളി ബ്രദർ, ഭയങ്കര അനുഭവം അതാണ്. പിന്നത്തെ പ്രാവശ്യം പറയും അത് നാട് പറഞ്ഞതല്ലേ എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ പത്രോസിക പറയുന്നുണ്ട്, ചിലപ്പോൾ വീണ്ടും പറയേണ്ടി വന്നേക്കാം. ചില കാര്യങ്ങൾ വീണ്ടും പറയേണ്ടി വന്നേക്കാം. ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പോ ഈശോയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈശോ പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരാനുള്ളത്. ഹല്ലേലൂയ, യേശുവേ നന്ദി. എന്നിട്ട് അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് ഉറപ്പിച്ചു നിർത്തി. ആരുടെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി? അതുകൊണ്ട് അപ്പം തന്നില്ല, അമ്മ തന്നില്ല, ഭാര്യ തന്നില്ല, മോൻ തന്നില്ല, മോൻ കേട്ടില്ല, അവനിങ്ങനെ കാണിച്ച് അവളിങ്ങനെ കാണിച്ചെന്നും പറഞ്ഞിരിക്കണ്ട. നമ്മുടെ കാലിൽ തമ്പുരാൻ നമ്മളെ ഉയർത്തി നിർത്തും. പ്രൈസ് ദി ലോർഡ്. അതിനാണ് കർത്താവ് നമ്മുടെ കർത്താവിൻ്റെ അടുത്തേക്ക് വിളിക്കുന്നത്. നമ്മൾ ഇവരൊക്കെ നോക്കി നമ്മുടെ ശക്തി മൊത്തം കളയും. അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇങ്ങനെ നോക്കി കല്ല് ചവച്ച് പല്ലും പൊടിഞ്ഞി എല്ലും പൊടിഞ്ഞി അവസാനം തേയ്മാനം, ഉള്ളിൽ ആ രോഗം ഈ രോഗം, ആ ടെസ്റ്റ് ഈ ടെസ്റ്റ്, പിന്നെ അവസാനം എല്ലാം കഴിഞ്ഞപ്പോഴാണ് ക്യാൻസർ, ട്യൂമർ, ജീവിതം ആകെ ഒരു ജീവിതമുള്ളൂ. ഉള്ള ജീവിതം മുഴുവൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് നടക്കുന്ന അവസ്ഥ. പ്രൈസ് ദി ലോർഡ്. ഒരു കുഴിയിൽ വീണ പച്ചത്തവളകളുടെ കഥ വായിച്ചത് ഓർക്കണേ. അപ്പോൾ കുറച്ച് തവളകൾ ഒരുമിച്ചാണ് വലിയ കുഴിയിൽ കയറി പോരാൻ പറ്റാത്ത കുഴിയിൽ വീണത്. അപ്പോൾ എല്ലാ തവളയും കുറേ നേരം കിടന്ന് ചാടി നോക്കി, അവസാനം പറ്റണില്ല. പക്ഷെ കൂട്ടത്തിൽ ഒരുത്തം മാത്രം, അവരൊക്കെ ചാട്ടം നിർത്തി കയറി പോരാൻ പറ്റില്ല. ഒരുത്തം മാത്രം ഭയങ്കര ചാടിക്കൊണ്ടേ ഇരുന്നില്ല. അവർ പറഞ്ഞ് എടാ പൊട്ട, ചാടിയിട്ട് കാര്യമില്ല, കയറി പോകാൻ പറ്റില്ല, നിന്നേക്കാൾ ഇതെല്ലാം മസിലൊക്കെ ഉള്ള ശക്തിയുള്ള മൂത്ത ആൾക്കാരൊക്കെ ഇതിലുണ്ട്. അവർ പോലും ചാടിയിട്ട് രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. അവരൊക്കെ മതിയാക്കി. നീ വെറുതെ കിടന്ന് ചാടിക്കൊണ്ടിരുന്നിട്ട് എന്താ കാര്യമെന്ന് ചോദിച്ചു. പക്ഷെ അവൻ ചാടിക്കൊണ്ടിരുന്നു. അവൻ ചാടി രക്ഷപ്പെടാൻ വേണ്ടി ആ കുഴി കിടന്ന് ചാടി അവസാനം പിന്നെ അവരെല്ലാം തളർന്ന് വിഷമിച്ചിരിക്കണേ. അവൻ ചാടിക്കരക്ക് പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ അവരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടും അവനങ്ങനെ അവനങ്ങനെ അത് ചാടിപ്പോവാൻ പറ്റി. ഇല്ല, കഥയില് പറയണേത് അവന് ചെവി കേട്ടുകൂടായിരുന്നു. അവരൊന്നും പറഞ്ഞത് അവൻ കേട്ടില്ല. അവൻ ചാടിക്കൊണ്ടിരുന്നേച്ചി. വല്ലവരൊക്കെ പറയുന്നത് മൊത്തം തലയിൽ കയറ്റിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോക്കാണ്. ദൈവവചനം കേൾക്കുമ്പോഴും അതുപോലെ തന്നെ പൊട്ടന്മാരായി പോകും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, നമ്മളുടെ കാര്യമായി പറഞ്ഞു. ഹല്ലേലൂയ. അവരും പറഞ്ഞതാ, അവരും കാണിച്ചതാ, ഒന്നും നോക്കിയില്ല. അവര് പറയുന്നതൊന്നും കേൾക്കാൻ ജന്മന ചെവിയാക്കാത്ത ഒരു തവളയായിരുന്നു. അവൻ ചാടി അവിടെ ഒരു തിട്ട വന്നു. പിന്നെ അവൻ ചാടി ഈ തിട്ടമ്മ ഇരുന്നിട്ട് ആ തിട്ടമ്മേന്ന് പിന്നെ ചാടി അവൻ കരക്കേറിയപ്പോ അവരൊന്നും കൊള്ളാനാണ് ഈ ആളും എടുക്കുന്നതല്ല. അപ്പൊ ഇനി നമുക്ക് ഇവനെ പോലെ ചാടി രക്ഷപ്പെടാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കർത്താവിന്റെ അടുത്തേക്ക് YMCAയിലേക്ക് വചനം കേൾക്കാൻ വേണ്ടി വരുമ്പോ നമ്മൾ കുഴിയിൽ വീണ, അത് കുഴിയിലല്ല പാറക്കുഴിയിൽ വീണ പോലത്തെ അനുഭവമാണ് നമുക്ക് പലപ്പോഴും ഉള്ളത്. ഇവിടെ വെണ്ണലപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. മൃഗാശുപത്രിയുടെ അടുത്ത് അപ്പുറം മെഡിക്കൽ സെന്ററിന്റെ അതിലെ പോകുമ്പോൾ. അപ്പൊ എൻ്റെ അപ്പം പറഞ്ഞ് തന്നിട്ടുള്ള അപ്പം ചില കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞു അറിയാവുന്ന കാര്യം. അപ്പൊ അവര് കള്ളൻ മോഷ്ടിച്ച സാധനങ്ങൾ തൊണ്ടി എടുക്കാൻ വേണ്ടി തെളിവ് വേണ്ടി തൊണ്ടി എടുക്കണ്ടേ, കള്ളനെ പിടിച്ചാൽ പറ്റില്ല.
അപ്പൊ തെളിവ് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് കള്ളം പോലീസിനെ കൊണ്ട് വന്നിട്ട് ആ വെണ്ണലപ്പാറയുടെ അതിലെ കൂടി പോയിക്കൊണ്ടിരിക്കണേ. അതിന്റെ അവിടെ എങ്ങാണ്ട് വെച്ചേക്കണേന്ന് പറഞ്ഞ് അവിടെ എത്തിയിട്ട് 2 പോലീസുകാർ ഇവരും കൂടെ എടുക്കാൻ വന്നു. അവൻ ആ പാറപ്പടിയിലോട്ട് ഒറ്റ ചാട്ടം വെച്ച് കൊടുത്തു. പിന്നെ ശവം പോലും കിട്ടിയത് കുറെ നാൾ കഴിഞ്ഞിട്ടാണ്. പ്രൈസ്തലോ അവൻ പാറക്കുഴിയിലോട്ട് പോയി. ആ പോലീസുകാരെ പറ്റിച്ച്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പോ ഈ തവളയുടെ പോലെ നമ്മൾ അവര് വരും പറയണ കേൾക്കണ ചെയ്യണ ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്ന നമ്മുടെ തലച്ചോറ് നമ്മുടെ അവയവങ്ങളിലോട്ടൊക്കെ മെസ്സേജ് കൊടുക്കും. അങ്ങനെ 10,000 കോടി ന്യൂറോൺസ് നമ്മുടെ തലയിലുണ്ട്. ഇതിങ്ങനെ കിനാവള്ളി പോലെ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ മെസ്സേജൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണേണ്. അപ്പോ ഉള്ളിലോട്ട് പോകണ നടക്കാൻ പോണില്ല, ശരിയാകാൻ പോണില്ല. എതിരാളി നമ്മളെക്കാൾ ശക്തനാണ്. പ്രൈസലോ ഹല്ലേലൂയ. എനിക്ക് ഇവിടെ വരുന്ന ഒരു പോലീസുകാരനെ എനിക്ക് പറഞ്ഞു തന്ന എന്തെങ്കിലും സമരമോ പ്രശ്നമോ അല്ലെങ്കിൽ ശത്രുക്കളെ ഏറ്റുമുട്ടേണ്ടി വരുമ്പോൾ ചിലപ്പോൾ 1000-ഓ 5000-ഓ ജനക്കൂട്ടം ഉണ്ടെങ്കിൽ പോലും ഈ പോലീസുകാരെല്ലാം കൂടി ആദ്യം പിടിച്ച് അല്ലെങ്കിൽ തോക്കം പിടിച്ച് അല്ലെങ്കിൽ പട്ടാളക്കാർ വരില്ലേ. എന്തിനാണെന്നറിയാമോ? അവരുടെ കയ്യിൽ ഇരിക്കണമെങ്കിൽ സാധനം നിസ്സാരോ. ആൾക്കാരെല്ലാം കൂടി ഇരച്ച് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വലിച്ചെറിഞ്ഞ് കളയാം, അല്ലെങ്കിൽ ഇത് ഇത്രയും പേരെ നേരിടാൻ ഇത് പോരാ. പക്ഷേ ഈ പറഞ്ഞ ആർത്തങ്ങാട് വരുമ്പോ ഈ എതിരാളികൾ വന്ന ഒന്നും അറിയാത്ത ജനം പേടിച്ച് പേടിച്ച് വരാം, ചെതറി ഓടും. പ്രൈസ്തലോ ഹല്ലേലൂയ. യേശുവേ നന്ദി. ചെതറി ഇങ്ങനെ ഓടും. മോളെ ആദ്യത്തെ തവണ കേൾക്കുമ്പോ പേടിയുണ്ടാവും. അത് കഴിയുമ്പോ നീ ഇതുപോലെ ഒച്ച എടുത്തോളും. പിന്നെ എൻ്റെ പേരക്കിടാവ് ഇതുപോലത്തെ ഒച്ചയ്ക്ക് ഇപ്പൊ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ പപ്പയാണ് ഇതിന് കാരണക്കാരെന്ന് പറഞ്ഞിട്ട് അവര് പറയുന്നുണ്ട്. കാരണം എന്നെ കാണുമ്പോഴാ കൊച്ചി എന്ന് പറഞ്ഞ് വെച്ചെടുക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും അവന് കിട്ടിയതായിരിക്കും. പ്രൈസാന്റെ തൊള്ളയൊക്കെ തുറയണ്ടേ. അല്ലെങ്കിൽ വല്ലവരും എന്തെങ്കിലും ചോദിക്കുമ്പോ പേരെന്ന് ആഡ് എന്ന് പറയും. എവിടെ ആഡ് എന്ന് കേൾക്കുമ്പോ വേറെ വല്ലത് ആഡ്രിയ എന്ന് പറയുമ്പോഴത്തേക്കും വല്ല ആൾക്കാർ കേൾക്കണ വേറെ വല്ലതായിരിക്കും. അപ്പൊ കൊച്ചിന്റെ തൊള്ളയൊക്കെ തുറയട്ടെ എന്ന് പറഞ്ഞ് കൊച്ചിനെ കൂടി ഞാനും ഒച്ചയൊക്കെ എടുത്ത് കളിക്കും. അപ്പൊ പറഞ്ഞു വന്ന ഇതാണ്, വലിയ ശക്തിയോടെ ഇരച്ച് കയറുമ്പോഴേക്കും ബ്രദറെ പട്ടാളത്തിലൊക്കെ അല്ലേ? ശരിയാണ്, ഞാൻ പൊട്ടത്തരമാണോ അല്ലേ? ശരിയല്ലേ? ഇതും പട്ടാളമാണ്. ശരിയല്ലേ പറഞ്ഞത്? ഇരച്ച് വല്ല ഒന്നും ചിലപ്പോ ഉണ്ടാവൂല. ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ട് ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്ത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അധികമൊന്നും ആയിട്ടില്ല, കാര്യമായിട്ടുള്ള ഒന്നും നമ്മുടെ കയ്യിലില്ല. അപ്പൊ ഇവിടെ നിന്ന് കുറെ തെങ്ങിന്റെ തലയില്ലേ വെട്ടിയത്, അതൊക്കെ പെയിന്റ് അടിച്ചിട്ട് കൊണ്ടുവന്ന് പാരവണ്ടിയിൽ കയറ്റിയിട്ട് ആ അറബിക്കടലിന്റെ അവിടെ കൊണ്ടുവന്ന്, ദേശദൂഷണല്ല കേട്ടോ പറയുന്നത്, അങ്ങോട്ട് തിരിച്ചു വെക്കും. അപ്പൊ അവൻ അവിടെ നിന്ന് വൈനോക്കറ വഴി നോക്കുമ്പോ ഇവിടെ നിറച്ച് പീരങ്കി ഇരിക്കണേണ്. അവരായിട്ട് മുട്ടിയിട്ട് കാര്യമില്ലെന്നും പറഞ്ഞു. തമാശയാണ് അല്ലെന്ന് എനിക്കറിയില്ല. അപ്പൊ ശത്രു ഇവിടത്തെ മികവൊക്കെ കണ്ട് ഭയന്നോടി. ഇതുപോലെ ശത്രുവായ പിശാച് നമ്മളെ പേടിപ്പിക്കാൻ, നമ്മളെ ഓടിക്കാൻ, നമ്മളെ ഭയപ്പെടുത്താൻ വേണ്ടി നോക്കുമ്പോ ചിലപ്പോ നമുക്ക് വീട്ടിൽ നമ്മെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ കൊണ്ടായിരിക്കും നമ്മളെ തോണ്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അയാൾക്കുടെ കാര്യം കൊണ്ടായിരിക്കും നമ്മളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോ ഭാര്യനെയാണ് നമുക്ക് ഏറ്റവും സ്നേഹവും ഇഷ്ടവും, അല്ലെങ്കിൽ ഇവളില്ലെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിച്ചാൽ ദൈവം അവളെ തന്നെ പിടിച്ച് അവിടെ വല്ലയിടത്തും കിടത്തിയിട്ട് നമ്മളെല്ലാ കാര്യവും പഠിപ്പിക്കും. അല്ലെങ്കിൽ മോന്റെ കൊച്ചിനെയാണ് നമുക്ക് ഭയങ്കര ജീവനെങ്കിൽ ഇതേ അറിയണം. ഇതേ കഴിഞ്ഞ ദിവസം കൊച്ചി വീട്ടിലോട്ട് മാമൂല അല്ലെ അനുഗ്രഹയുടെ അമ്മ പേരൊക്കെ പറഞ്ഞു ഒന്ന് തിരിച്ചു പിടിക്കാൻ പോലെ തിരിച്ചു പിടിച്ചു. UK-ലാണ് മക്കള്. അപ്പൊ 2 നില കട്ടിലിന്റെ മുകളിൽ കയറി 1 വയസ്സുള്ള കൊച്ചി. നാല് തവണ ഛർദിച്ച് ഈ വീഴുമ്പോഴൊക്കെ ഛർദിച്ച് കഴിഞ്ഞാൽ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. അപ്പോ പക്ഷെ കൊച്ചി പെടലിൽ തിരിക്കണില്ല, ഒരു വശത്തോട്ട് മാത്രം. അപ്പൊ അവിടെ ഒരു 4 ഡോക്ടർമാര് വന്ന് ഈ കൊച്ചിനെ നോക്കി ഒബ്സർവൊക്കെ ചെയ്ത് പിന്നെ കരച്ചിലൊക്കെ മാറി എല്ലാം ആക്റ്റീവ് ആയി വന്ന വരെ അവരെല്ലാം വെയിറ്റ് ചെയ്തു. അങ്ങനെ 2-3 മണിക്കൂർ കൊണ്ട് എല്ലാം നോർമലായി. ഇപ്പൊ പണ്ടത്തേനേക്കാൾ സ്മാർട്ടായിരുന്നു. കൊച്ചിന് മാമോസ് കൊടുക്കാൻ വേണ്ടി നാട്ടിൽ വരാൻ എല്ലാം ശരിയാക്കി ഒന്നിങ്ങോട്ട് പോന്നാ മതി എന്ന് പറഞ്ഞ് ഇരിക്കണ സമയത്താണ് 2 നില കട്ടിലിന്റെ മുകളിൽ കയറി കൊച്ച് താഴേക്ക്. കൊച്ചിന്റെ എവിടെയാണ് ഇടിച്ചത് എവിടെ ഇടിക്കാത്തത് ആരും
കൊച്ചു താഴെ വീണു. ഓടി ആശുപത്രി കൊണ്ടുപോയി. കൊച്ചു ഛർദില്. എല്ലാവരും പേടിച്ചു പോയി. കൊച്ചിൻ്റെ അമ്മയെ വിളിച്ചിട്ടുണ്ടായി. എല്ലാവരും ശരിക്കും പേടിച്ചു. പക്ഷെ അപ്പോഴേക്കും നമ്മൾ ഏറ്റവും അബ്രഹാത്തിന് ദൈവം കുഞ്ഞിനെ കൊടുത്ത്, ഇസ്ഹാക്കിനെ കൊടുത്തു. പക്ഷെ ആ കുഞ്ഞിനെ തന്നെ കൊണ്ടുപോയി ബലിയർപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. വേറെ എന്തൊക്കെ ബലിയർപ്പിക്കാൻ വേണ്ടി കിട്ടും, എന്തൊക്കെ ചെയ്യാൻ അബ്രഹാം തയ്യാറാണ്. അപ്പൊ നമ്മള് ദൈവത്തിന്റെ മുന്നിൽ വരുമ്പോ നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന, ഏറ്റവും നമ്മളെ ഇതാക്കി നിർത്തുന്ന കാര്യങ്ങൾ ആരാണോ, ഏതാണോ, എന്താണോ, ഇന്നാ തമ്പുരാനെ. എൻ്റെ അപ്പച്ചൻ പറയാനുള്ള കാര്യം ഇതാണ്. എപ്പോഴാണെന്നറിയോ? വിശ്വകുർബാനയിൽ പങ്കെടുക്കുമ്പോഴേക്കും അപ്പവും മീനും ഉയർത്തുന്ന ആ സമയമുണ്ടല്ലോ, ഏറ്റവും പ്രധാന ഭാഗം. അപ്പത്തിലേക്കും മീനിലേക്കും അങ്ങോട്ട് കൊടുത്തേക്കണം. എന്നിട്ട് നമ്മ അവിടെ ഫ്രീ ആയിട്ട് പോകണം. ഇത് കുർബാനയും കഴിഞ്ഞിട്ട് വീണ്ടും ചത്ത പോലെ നമ്മൾ പോകണത്. ഇതൊന്നും ശരിയാകാൻ പോകണില്ല. ശരിയാണെങ്കിൽ പണ്ടേ ശരിയാകാനേ. അപ്പൊ നമ്മുടെ ഈ ആറ്റിറ്റ്യൂഡാണ് നമ്മൾ മാറേണ്ടത്. ജോബിന്റെ പുസ്തകം 3-25 വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് തിന്മയായിട്ട് ഭവിച്ചു. ഒരു പേടി. ക്രൈസ്തലോ കഴിഞ്ഞ ദിവസം ഒരു അമ്മ പറഞ്ഞതാ, ബ്രദറെ അവള് ഏത് ജാതിക്കാരനെ വേണമെങ്കിലും കല്യാണം കഴിച്ചോട്ടെ, പക്ഷേ ഉണ്ടല്ല ഒരു ആണിനെ തന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേന്ന്. കാരണം ഇപ്പൊ നടക്കണൊക്കെ പെണ്ണും ഏത് ജാതിക്കാരനാണെങ്കിലും ഞങ്ങൾ കെട്ടിച്ചു കൊടുത്തേക്കാം, ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ പെണ്ണിനെ കെട്ടിക്കൊണ്ട് കെട്ടിയ അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആണിനെ കല്യാണം, സ്വവർഗ വിവാഹം. അപ്പൊ ഇതൊന്നും തെറ്റല്ല എന്ന മട്ടിൽ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്. അപ്പൊ ഇവിടെ എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്ന ആ വെളിച്ചം ഉണ്ടാകണം. എസെക്കിയേൽ 2:2 ഒന്നും കൂടെ വായിച്ച്. അതുകൊണ്ട് തളർന്ന് അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി. അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ. അങ്ങനെ ഒരു കാര്യമുണ്ട്. കാലുണ്ടായിട്ട് കാര്യമില്ല, കാലിൽ ഉറപ്പിച്ച് നിർത്തണം. അത് ആത്മാവിന്റെ ശക്തി വരുമ്പോഴാണ്. പ്രൈസലോ നമ്മളെടുക്കുന്ന സ്റ്റാൻഡുകളിൽ, നമ്മളെടുക്കുന്ന തീരുമാനങ്ങളില്, കാര്യങ്ങളിലെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ പ്രവർത്തനം. എൻ്റെ ഒരു സോൾഡറിങ് നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്നു. ചെറിയൊരു സോൾഡറിങ് മറന്നുപോകും, എല്ലാ ആഴ്ച ഓർക്കും. ചെറിയൊരു സോൾഡറിങ് അവിടെ ഒരു 5 ഇഞ്ചിന്റെ പണിയല്ല, അത് ആ വയറിന്റെ അവിടെ ഒന്ന് സോൾഡർ ചെയ്താൽ എല്ലാം നല്ല കണ്ടീഷനാവും. പ്രൈസലോ വിട്ടുപോയിട്ടാ. ഹല്ലേലൂയ. യേശുവേ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇതാ. നമ്മ ഭയങ്കര ഒന്നും പറഞ്ഞിരിക്കും, പക്ഷെ പണിക്കാരൻ്റെ കയ്യിൽ കിട്ടിയ ഒരു 10 രൂപയുടെ പണി അതിൽ ചെയ്യാനുള്ളത്, അത്രേ ഉള്ളു. അപ്പൊ ഇതുപോലെ തമ്പുരാന്റെ കയ്യിൽ നമ്മൾ വെച്ചു കൊടുത്താൽ നമ്മളെ വേണ്ട, അല്ലെങ്കിൽ നമ്മളെ പറ്റൂല, നമ്മളൊരിക്കലും വേണ്ടി വരില്ല. നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം, അല്ലെങ്കിൽ ആര് വിചാരിച്ചാൽ നടക്കുമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം തമ്പുരാൻ ഇങ്ങനെ പ്ലേറ്റ് മറിച്ച് ഇട്ട് തരും. പ്രൈസലോ ഹല്ലേലൂയ. കൈയടിച്ച് എല്ലാവരും കൈയടിക്കും. ഇത് നല്ല കാര്യം കേൾക്കുമ്പോൾ കൈയടിക്കുന്നത് നല്ലതല്ലേ. നല്ല രക്തപ്രവാഹമൊക്കെ ഉണ്ടാവും തലച്ചോറിലൊക്കെ. അതിൻ്റെ നല്ല ഒരു പോസിറ്റീവ് സ്ട്രോക്ക് അവിടെയൊക്കെ കിട്ടും. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒരമ്മച്ചി തളർന്നു പോയി. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, മകളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കണേ. ഒരുപാട് പേര് പല കാര്യങ്ങളായിട്ട് ഇതുപോലെ വിളിക്കുന്നുണ്ട്. അപ്പൊ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഏത് വചനം വേണമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന യെശയ്യാ 40:29-30 എന്താണ്? കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. നേരത്തെ ശക്തി ഉണ്ടായിരുന്നു, കഴിവുണ്ടായിരുന്നു, എല്ലാം പോയി എന്ന് പറഞ്ഞിരിക്കേണ്ട, വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കറുകന്മാരെ പോലെ ചിറകടിച്ച്. അവർ ഓടിയാൽ, നടന്നാൽ തളരയില്ല, ക്ഷീണിക്കയില്ല. ചൂടെന്നും പറഞ്ഞിരിക്കണ്ട. ചൂടെന്നും പറഞ്ഞിരുന്ന തലച്ചോറ് ചൂടെന്നും പറഞ്ഞ് ഏറ്റെടുക്കും. അപ്പൊ ആ ചൂടിന്റെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന സെൻസറുകൾ ഇവിടെ ഉണ്ട്. വേഗം ശരീരത്തിലോട്ട് മെസ്സേജ് കൊടുക്കും, ചൂട്. അപ്പൊ ഈ സെൻസർ അടിച്ചു പോയിട്ട് അവിടെ ഇവിടെയൊക്കെ പൊള്ളും. പ്രൈസലോ ഹല്ലേലൂയ. സൂര്യാഘാതത്തിന്റെ കാര്യം, പ്രധാന കാര്യം ഇതാ. നമ്മുടെ തലച്ചോറിൽ നിന്ന് ഈ ചൂടിന് ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളിൽ നമ്മൾ എന്തൊരു ചൂടെന്നും പറഞ്ഞിരിക്കുമ്പോ അങ്ങാട് മെസ്സേജ് പോകും, ചൂട്. അയ്യോ മുളകരച്ച് വെച്ച പോലെ തോന്നണേ. അപ്പൊ എല്ലാവരെക്കാൾ ചൂട് നമുക്ക് വരാൻ വേണ്ടി തുടങ്ങും. ഹല്ലേലൂയ. നമ്മ എന്തൊരു അനുഗ്രഹം കിട്ടിയ ജനതയാണ്. കാരണം ഈ പെരും ചൂടത്ത് നമുക്ക് നല്ല AC-യിലിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറ്റണം. ഹല്ലേലൂയ. കുറച്ചു പേരൊക്കെ എന്നോട് പറഞ്ഞു പ്രാർത്ഥനക്ക് വരണമെന്നുണ്ട്, പക്ഷെ എന്തൊരു ചൂടെന്ന് പറയും. കുറച്ചാൾ കഴിയുമ്പോൾ അവർ പറയും അയ്യോ എന്തൊരു മഴയാണ്, പ്രാർത്ഥനക്ക് വരണമെന്നുണ്ടെന്ന് പറയും. ഇത് ഏത് വിശ്വസിക്കും? പ്രൈസലോ ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പൊ അത് യഥാർത്ഥ ആവശ്യക്കാരല്ല. ചൂടും വെയിലും മഴയും ഇതാ
അനുഗ്രഹം ഇന്നലെ പറഞ്ഞത്. അനുഗ്രഹയുടെ ഒരു കൂട്ടുകാരത്തി ഒന്നിനും, ഒരു കല്യാണ ആവശ്യത്തിനും ഒരു ഫംഗ്ഷനും ഒരു പരിപാടിക്കും പോകില്ല. വീട്ടുകാരൊക്കെ പോയത് ഒറ്റ മോളാണ്. എല്ലാം അവൾക്ക് ജർമ്മനി. അവസാനം പഠിച്ച് പാസ്സായി ജർമ്മനിയിൽ പോയി. ഇപ്പൊ പറയണേ അനുഗ്രഹ നാട്ടിലോട്ട് തിരിച്ചു വന്നാൽ മതി. 16 ഡിഗ്രി സെൽഷ്യസ് തണുപ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷെ പയ്യ ഇവിടെ ക്രിസ്മസ് വരുമ്പോ ആ ഡിസംബർ സമയത്ത് തണുപ്പിന് പോലും മോളെ എഴുന്നേക്കടി, പള്ളിപ്പൊടി, മോളെ ചാവിടിക്കടി എന്ന് പറഞ്ഞു അവിടെ വെച്ചോ, ഞാൻ പിന്നെ കുടിച്ചോളാം എന്നും പറഞ്ഞു ഒന്നും കൂടി ചുരുണ്ട് കിടക്കും. ഇവിടത്തെ ആ തണുപ്പ് പിള്ളേർക്ക് പറ്റണില്ല. ഇപ്പൊ പിള്ളേർ അവിടെ പോയിട്ട് ഈ കൊടും തണുപ്പത്ത് പണിക്ക് പോകണം, അല്ലെങ്കിൽ ലോൺ എടുക്കാൻ പറ്റത്തില്ല. പഠിച്ച ജീവിതത്തിൽ ഇന്ന് വരെ പഠിക്കാത്ത ഭാഷ പരീക്ഷ എഴുതി പാസ്സായിട്ട് പോയി. ഇപ്പൊ പറയണെന്താ, അവര് പഠിപ്പിക്കണ ഒന്നും കേട്ടിട്ട് മനസ്സിലാവില്ല. പരീക്ഷയ്ക്ക് ഞങ്ങൾ എഴുതി പറഞ്ഞു പഠിച്ച B1 B2 ആ രീതിയിലൊന്നും അല്ല. ഇപ്പൊ ഈ ബ്രദർ സംസാരിക്കണ അവര് പടപടാന്നും പറഞ്ഞ് നമുക്ക് വേണ്ടി നമ്മ B1 B2 ആണെന്നും പറഞ്ഞിട്ട് ABCDEFG അങ്ങനെയാണ് പഠിപ്പിക്കണത്. പോയി പണി നോക്കാൻ പറയും. അവര് അവരുടെ നാട്ടുകാരും കൂടെ ഉള്ള രീതിയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതി വേഗത്തിൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. കൊച്ചിനൊന്നും മനസ്സിലാവുന്നില്ല. നല്ല പഠിപ്പിച്ചായിരുന്നു. ഒരപ്പന്റെ നമ്മുടെ ഒറ്റ മോളാ. നല്ല കാര്യമുണ്ടോ നാട്ടിൽ യേശുവെ കുറ്റം പറയണല്ല. അപ്പോ ഇതാണ് ഇവിടെ നമ്മൾ പറയും അത് കൂടുതൽ ഇത് കൂടുതലേ. പക്ഷെ ഓരോ രാജ്യങ്ങളിൽ ചെല്ലുമ്പോ അസ്ഥി പൊട്ടണ പോലത്തെ തണുപ്പും ഉരുകി പോണ പോലത്തെ ചൂടൊക്കെ ഉണ്ട്. ഇത് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറഞ്ഞാൽ എല്ലാത്തരം കാലാവസ്ഥയും എല്ലാത്തരം ഫ്രൂട്ട്സും എല്ലാത്തരം പ്രകൃതി ഭംഗികളും നിറഞ്ഞ ദൈവത്തിന്റെ സ്വന്തം നാടാണ്. നല്ല കാര്യം എന്നിട്ടും ഇനിയും പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്നേ. ഹല്ലേലൂയ.